ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുകയുണ്ടായല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത്, ഒരു വിദേശ ശക്തിയുടെയും ഇടപെടലില്ലാത്ത ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനമായിരിക്കാം ഇത്. കാരണം കഴിഞ്ഞ 10 വർഷവും ഇങ്ങനെ പാർലമെൻറ്റ് സമ്മേളനം വരുന്നതിൻ്റെ തൊട്ട് മുൻപ് ചില വാർത്തകൾ വരികയാണ്. ഇന്ത്യയെ, ഭാരതത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, കേന്ദ്രത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചില വാർത്തകളൊക്കെ വരികയാണ്. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല എന്ന് പ്രധാനമന്ത്രി ബജറ്റ് സമ്മേളനത്തിന് മുൻപാകെ പറയുകയുണ്ടായി. നമുക്കറിയാം, ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കളൊക്കെ പറച്ചുവിടുന്ന ചില വാർത്തകളുടെ പുറത്ത് വലിയ ചർച്ചകളും കോലാഹലങ്ങളും കഴിഞ്ഞ 10 വർഷവും നമ്മൾ പാർലമെൻറ്റിൽ കണ്ടതാണ്. എങ്ങനെയാണ് ആ പ്രതികരണത്തെ അങ്ങ് കാണുന്നത്? നീലിമ, ഡീപ് സ്റ്റേറ്റ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് ഹൈപ്പർ ആക്റ്റീവായിരുന്ന ഒരു സമയമുണ്ട്. അത് 2015 വരെ, ഈ അടുത്ത കാലം വരെ അത് ഹൈപ്പർ ആക്റ്റീവായിരുന്നു. പൊതുവേ ഡെമോക്രാറ്റിക് പാർട്ടി, അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ആംബിറ്റിൽ നിന്നുകൊണ്ടാണ് ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. ആ ഡീപ് സ്റ്റേറ്റിനകത്ത് വ്യവസായ ക്യാപ്റ്റൻസ് ഉണ്ട്, അതുപോലെ മറ്റ് താല്പര്യക്കാരുണ്ട്, ചില ലോബികളുണ്ട്, ഇതെല്ലാമുണ്ട്. ആ ഒരു സിസ്റ്റത്തെ പൂർണ്ണമായി തച്ചുടച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡൻ്റായി വന്നത്. അത് അവിടുത്തെ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ശക്തികൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനാവുന്നതല്ല. ഈ കോൺഗ്രസ്സിലെ 2 മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷവും, കൃത്യമായ ഭൂരിപക്ഷവും, പോപ്പുലർ വോട്ടും ഇലക്ട്രൽ വോട്ടും ഒരുപോലെ ട്രംപ് നേടി എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മൊത്തം ബാക്കിംഗ് പിന്നിലുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയിലും വെസ്റ്റേൺ വേൾഡിലും ഒരു പൊതു നറേറ്റീവായിരുന്നു. ഇന്ത്യയുടെ ബജറ്റ്, ഇന്ത്യ എന്ന ക്യാപ്റ്റീവ് മാർക്കറ്റ്, അതാണ് വെസ്റ്റിൻ്റെ താല്പര്യം. ഇന്ത്യയിൽ നിക്ഷേപ സാധ്യത ഉണ്ടാവണം, ഇന്ത്യയുടെ വാതിലുകൾ പരമാവധി തുറന്നിടണം. അതുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് ധനകാര്യമന്ത്രിയെയും മന്ത്രിസഭയെയും പ്രധാനമന്ത്രിയും ഒക്കെ സമ്മർദ്ദപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ചില വാക്കുകളുടെ രൂപത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇവിടെ കാതലായ ചോദ്യം, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയെയോ ഏതെങ്കിലും പ്രതിപക്ഷത്തെ ഉന്നതരായ വ്യക്തികളെയോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ, ഇവിടെ എല്ലാം ഭദ്രമല്ല എന്ന ഒരു നറേറ്റീവ് ഇവിടെ തന്നെ സൃഷ്ടിക്കുകയും അത് ഗ്ലോബൽ കൺസംഷന് വേണ്ടി നൽകുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഇവിടെ കൃത്യമായി നമുക്ക് പറയാനാവില്ല. ജോർജ് സോറോസ് എന്ന വ്യക്തി രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി സമീപിച്ച് പണം കൊടുത്ത് ഇന്ന രീതിയിൽ പറയണം എന്ന് നിഷ്കർഷിച്ചു എന്ന് പറയാൻ നമ്മുടെ പക്കൽ യാതൊരു തെളിവുകളുമില്ല. പക്ഷേ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ വന്ന അധികാരമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ ഉൾപ്പെടെ വന്ന അധികാരമാറ്റത്തിന് ശേഷവും ഇപ്പോഴും തുടരുന്ന ചില ബന്ധം, ജോർജ് സോറോസിൻ്റെ മകൻ അലക്സ് സോറോസ് കഴിഞ്ഞ ആഴ്ച ധാക്കയിലെത്തി അവിടുത്തെ ഭരണകൂടവുമായി, മുഹമ്മദ് യൂനിസുമായി ചർച്ച ചെയ്തു. നിങ്ങൾക്ക് അമേരിക്കയുടെ പുതിയ സംവിധാനം, ഡീപ് സ്റ്റേറ്റിന് ഉപരിയായി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് സഹായങ്ങൾ പിൻവലിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മരവിപ്പിക്കുന്നുവെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങളുടെ ഫൗണ്ടേഷൻ ആ തത്തുല്യമായ തുക തന്ന് സഹായിച്ചു കൊള്ളാം എന്ന ഉറപ്പ് ബംഗ്ലാദേശിന് കൊടുക്കുകയാണ്. ആ ബംഗ്ലാദേശിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഒരു വിശാലമായ അർത്ഥത്തിൽ, ഭാരത വിരുദ്ധമായ അർത്ഥത്തിൽ എടുക്കുന്ന ചില ആളുകളുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒരു പരിധിവരെ മറ്റ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയെ ഒന്ന് ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സോറോസ് ഫൗണ്ടേഷൻ പണം കൊടുക്കുന്നുണ്ടോ? പല രാജ്യങ്ങളിലും അസ്ഥിരത, മാർക്കറ്റുകളിൽ പ്രകമ്പം സൃഷ്ടിക്കാൻ ഉള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഓഹരി വിപണിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഗ്ലോബൽ ക്യാപിറ്റലിനെ പാർക്ക് ചെയ്യാവുന്ന ഇടമായി ഇന്ത്യയെ പരുവപ്പെടുത്തിയെടുക്കാൻ സമ്മതിക്കാത്ത ഒരു സർക്കാർ എന്ന നിലയിൽ നരേന്ദ്രമോദി സർക്കാരിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ഇതെല്ലാം ചെന്ന് വീഴുന്നത് ബജറ്റിന് തൊട്ട് മുൻപുള്ള വാർത്താ സമ്മേളനവും ആ സമയത്തുള്ള സംസാരങ്ങളിലുമാണ് ഇത് വീഴുന്നത്. അതിപ്രാവശ്യം ഉണ്ടായില്ല എന്നാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത്. അതായത്, ഭാരതത്തിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയായി പുറത്തുനിന്ന് വരുന്ന സമ്മർദ്ദങ്ങളെ തൃണവൽക്കണിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ താല്പര്യങ്ങൾ, ഭാരതത്തിന് ജനതയുടെ താല്പര്യങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുന്നു. ഇവിടെ മധ്യവർഗത്തിൻ്റെ താല്പര്യമാണ് ഈ ബജറ്റിൽ മുന്തി നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്നത്, ഒരുപക്ഷെ വളരെ കൂടുതലായി നിൽക്കുന്നത് മധ്യവർഗ താല്പര്യങ്ങളാണ്. അപ്പോൾ ഒരു ടാക്സ് ടെററിസത്തിന്
പേരുകേട്ട ഒരു രാജ്യം എന്ന നിലയിലാണ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ കടുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. പേഴ്സണൽ ഇൻകം ടാക്സ് വളരെ ഭീമമായ രീതിയിലാണ്. വളരെ തുച്ഛമായ എണ്ണം ആളുകൾ മാത്രമേ, ഒരു 2, 3, 4, 5% ആളുകൾ മാത്രമേ റിട്ടേൺസ് കൊടുക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ നികുതി കൊടുക്കുന്നത് 2, 3% ആളുകളിൽ താഴെയാണ്. അപ്പോൾ ടാക്സിൻ്റെ ആ വാങ്ങുന്ന ആളുകളിൽ നിന്നും പരമാവധി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രവണത മാറ്റിക്കൊണ്ട് ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള, അങ്ങനെ വർഷം 12 ലക്ഷം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർക്കുമ്പോൾ 12,75,000 രൂപ വരുമാനമുള്ള ഒരു ഗവൺമെൻറ് ജീവനക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരൻ, അദ്ദേഹത്തിന് ഒരു പൈസ പോലും നികുതി കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ റാഡിക്കൽ ചേഞ്ചാണ് ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ വന്നത്. അതുമാത്രമല്ല, ഇമ്പോർട്ട് ഡ്യൂട്ടിയിലും കാര്യമായ ചില പൊളിച്ചെഴുത്തുകൾ, പ്രത്യേകിച്ച് ബൈക്കുകളുടെയും കാറുകളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും ഒക്കെ ഇറക്കുമതിക്ക് ഉൾപ്പെടെ അമേരിക്കയിൽ നിന്നുൾപ്പെടെയുള്ള ഇറക്കുമതിക്ക് ചെലുത്തിയിരുന്ന വലിയ തീരുമാനം അത് ചില ഐറ്റംസിനെങ്കിലും കുറച്ചുകൊണ്ട് വന്ന് ട്രംപിൻ്റെ നയങ്ങളോട് ഒരു പരിധിവരെ പൊരുത്തപ്പെടുന്നു. ഇതൊരു സമ്മർദ്ദമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു പോസിബിലിറ്റിയെ അതനുസരിച്ച് കാണുക എന്ന ഒരു പ്രായോഗിക നിലപാടും അതിനകത്തുണ്ട്. ഇതൊക്കെ വിശദീകരിക്കാനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കണ്ടതെന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന.